അന്താരാഷ്ട്ര വിദ്യാർത്ഥി മേഖലയിലെ തട്ടിപ്പുകളും മാനദണ്ഡ ലംഘനങ്ങളും തടയാൻ കർശന നടപടിയുമായി ഓസ്ട്രേലിയ. സ്വകാര്യ കോളേജുകൾക്കും ട്രെയിനിംഗ് സ്ഥാപനങ്ങൾക്കുമുള്ള പുതിയ അപേക്ഷകൾക്ക് 12 മാസത്തെ വിലക്കേർപ്പെടുത്തി. വിശദാംശങ്ങളുമായി ഓസ്ട്രേലിയയിൽ നിന്നും സ്മിത നായർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഓസ്ട്രേലിയയിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ലക്ഷ്യമിട്ടുള്ള സ്വകാര്യ കോളേജുകളുടെയും ട്രെയിനിംഗ് സ്ഥാപനങ്ങളുടെയും പുതിയ അപേക്ഷകൾക്ക് ഫെഡറൽ സർക്കാർ 12 മാസത്തെ താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തി. ഇനി മുതൽ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ് ലാംഗ്വേജ് കോഴ്സസ് എന്നിവ വിദേശ വിദ്യാർത്ഥികൾക്കായി തുടങ്ങാൻ ശ്രമിക്കുന്ന പുതിയ സ്ഥാപനങ്ങളുടെ അപേക്ഷകൾ ASQA താൽക്കാലികമായി സ്വീകരിക്കില്ല. ഈ നടപടി ഇന്റർനാഷണൽ സ്റ്റുഡന്റ് വിസ സംവിധാനത്തിലെ സത്യനിഷ്ഠ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ്. നിലവാരക്കുറവുള്ള ചില സ്വകാര്യ സ്ഥാപനങ്ങൾ, കുറഞ്ഞ നിലവാരമുള്ള കോഴ്സുകൾ തുടങ്ങിയ പ്രശ്നങ്ങൾ സർക്കാർ പരിശോധിക്കുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം. 2026 മെയ് 19 മുതൽ 2027 മെയ് 19 വരെ ഈ വിലക്ക് നിലനിൽക്കും. എന്നാൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങൾക്കും ചില പരിധികളിൽ അപേക്ഷകൾ തുടരാൻ കഴിയും. അന്താരാഷ്ട്ര വിദ്യാഭ്യാസ മേഖലയിലെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാനും പുതിയ അപേക്ഷകൾ കൂടുതൽ കർശനമായി പരിശോധിക്കാനും ഈ ഇടവേള സഹായിക്കുമെന്ന് സർക്കാർ പറയുന്നു. എന്നാൽ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവ് വന്നാൽ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെങ്കിലും സാമ്പത്തിക ബാധ്യത ഉണ്ടാകാമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. 24 വേണ്ടി സ്മിത നായർ, ഓസ്ട്രേലിയ.